എന്താ പറ്റിയത്? ഇല്ലെങ്കിൽ വഴിയിൽ ബോധം പോയതുപോലെ നിന്നെ കാണേണ്ടി വന്നത് എന്താ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ നീ ഒന്നും മിണ്ടാതെ? അന്നെന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ വിഷ്ണു അല്ല. അന്ന് നീ ഒന്നും മനസ്സിൽ വെക്കാതെ എന്നോടെല്ലാം തുറന്നു പറയുമായിരുന്നു. നിന്റെ മനസ്സിലെ ഇഷ്ടം വരെ കുട്ടിക്കാലത്ത് നീ എന്നോട് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ നീ എന്നൊരു അന്യായിട്ട് കാണുന്നേ? നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാം, പക്ഷെ ഇത് യാതൊരു കാരണവശാലും ശാലിനി എന്റെ വീട്ടുകാരും അറിയരുത്. അവർക്കത് താങ്ങാനാവില്ല. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്റെ തലയ്ക്ക് ചെറിയൊരു അടി കിട്ടിയായിരുന്നു. ACP ചന്ദ്രബോസായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിനിടയിൽ. എനിക്കിപ്പോ അടി ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കാം. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്ന പറഞ്ഞിരിക്കണേ. എന്തിനു ഞാൻ മധുര പോയി എന്നുള്ള ശാലിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. മധുരയിലുള്ളൊരു ഹോസ്പിറ്റലിൽ വെച്ചാ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടാ, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ കൂടെ ആള് വേണ്ടേ? നീ ഈ വിവരങ്ങളൊന്നും ഇവിടെ പറയാതിരുന്ന നിന്റെ ഒപ്പം സഹായത്തിന് ആരാ ഉണ്ടാവുക? നിനക്ക് എന്നൊന്നും സഹായിക്കാൻ പറ്റില്ലേ? ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തു തരോ? വിഷ്ണു, ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങളില്ലേ? അതിനൊക്കെ ഞാൻ നിന്നാ മതിയോ? ഓപ്പറേഷന്റെ തലേ ദിവസം ഒരു ബാഗ് നിറയെ പണവുമായിട്ട് അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവന്റെ ഓപ്പറേഷനുള്ള പണം ഉണ്ടാക്കിയതാ. ബാക്കിയുള്ള പണം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാണോ ശാലിനി ഇതെല്ലാം അറിയുന്നത്? അല്ലെങ്കിൽ ശാലിനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ ശാലിനി തിരിച്ചേൽപ്പിക്കണമെന്നും പറഞ്ഞ്. എന്തിനാ എനിക്ക് പണം? എനിക്ക് വലുത് വിഷ്ണുട്ടനായിരുന്നില്ലേ? മരിക്കുമെന്ന് ഉറപ്പിച്ചതുകൊണ്ടാവാം തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ഉണ്ടാവണമെന്ന് കരുതി തന്റെ അവയവങ്ങൾ പോലും ദാനം ചെയ്യാൻ വിഷ്ണു ഒരുങ്ങിയത്. അവന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് സമ്മതപത്രത്തില് ഒപ്പിട്ടത് ഞാൻ തന്നെയാ. ഓപ്പറേഷനിൽ താൻ മരിക്കുകയാണെങ്കിൽ തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ഉണ്ടാവണമെന്ന് കരുതി തന്റെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വിഷ്ണു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. സൈൻ ചെയ്തോളൂ. ഇവിടെ
പിന്നെ ഇവിടെ. അതേ, എന്റെ അവയവങ്ങളെങ്ങനെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കാനൊന്നും പറ്റില്ല. എന്റെ ഒറ്റവരുടെ സമ്മതപത്രം കൂടി വേണം, അല്ലേ ഡോക്ടറെ? ആ അതെ. അതിന് ഞാൻ എന്റെ സഹോദരി ഒപ്പിട്ടാലും മതി, അല്ലേ ഡോക്ടറെ? ഓഫ് കോഴ്സ്. എനിക്കിപ്പോ എന്തെങ്കിലും പറ്റിയ ഒരു 5 പേരെങ്കിലും എന്നിലൂടെ ജീവിക്കട്ടെ, അല്ലേ ഡോക്ടറെ? ഒപ്പിട. വിഷ്ണുവിന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ആ സമ്മതപത്രത്തില് ഞാനും ഒപ്പിട്ടു. പക്ഷേ ഞാൻ അപ്പോഴൊന്നും കരുതിയില്ല വിഷ്ണു ഇതെല്ലാം തന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണെന്ന്. വിഷ്ണു മനഃപൂർവ്വം മറച്ചതല്ല. പല സന്ദർഭത്തിലും ശാലിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് പറയാൻ ഒരുങ്ങിയതുവാ. പക്ഷെ കഴിഞ്ഞില്ല. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനത് അവന് കൊടുത്തിരുന്ന വാക്ക.